PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സ്കൂളുകളുടെ പട്ടിക കേരളം ഉടൻ കൈമാറില്ല. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചെങ്കിലും പദ്ധതി നടത്തിപ്പ് നടപടികളിലേക്ക് കടക്കേണ്ട എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ CPIയും CPIMും രണ്ട് തട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ PM ശ്രീ പദ്ധതിയുടെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കേന്ദ്രം ആവശ്യപ്പെട്ടാൽ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ഒരു നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിട്ടുണ്ട്. SKN പറഞ്ഞതുപോലെ തന്നെ കടുത്ത ഒരു നിലപാട് CPI എടുത്തതോടുകൂടി തന്നെ ചില അയവുകൾ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വരുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചാൽ സ്കൂളുകളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി ആ ചുരുക്കപ്പട്ടിക കേന്ദ്ര മന്ത്രാലയത്തിന് കൈമാറണം. പക്ഷേ ആ ചുരുക്കപ്പട്ടിക നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയെങ്കിലും ആ ചുരുക്കപ്പട്ടിക ഇപ്പോൾ കേന്ദ്രത്തിന് കൈമാറേണ്ടതില്ല എന്നതാണ് തീരുമാനം. ഇതിന് പുറമെ ഈ നേരത്തെ നൽകാനുള്ള ഗഡുക്കളായുള്ള തുകയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലുകൾ ഇന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി കേന്ദ്രത്തിന് കൈമാറും. SSK ഫണ്ടായി ഏകദേശം 1500 കോടിയോളം രൂപയാണ് വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടാനുള്ളത്. ഇതിൽ ആദ്യ ഗഡു 900 കോടിയോളം രൂപ വരും. ഇതിനുള്ള പ്രപ്പോസൽ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിന് കൈമാറും. പക്ഷേ സ്കൂളുകളുടെ പട്ടിക, ഇതിന്റെ തുടർ നടപടിയായുള്ള ആ സ്കൂളുകളുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറില്ല. അത് ഈ CPI ഉൾപ്പെടെ എതിർപ്പുന്നയിച്ച പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു തുടർ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത്. ഇനി കേന്ദ്ര നിലപാട് കൂടി കണ്ട ശേഷമായിരിക്കും അക്കാര്യത്തിൽ മറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നത്.